ശ്രീ ശിവസ്വരൂപത്തിലൂടെ ഒരു തീർത്ഥയാത്ര ഭാഗം 3. ശ്രീനാരായണ ഗുരു ആധുനിക യുഗത്തിലെ വേദവ്യാസനാണ്. ആ ദിവ്യപുരുഷൻ അറിവിൻ്റെ പൂർണ്ണത കണ്ടെത്തി അതിൽ അമർന്ന് ജീവിതം നയിച്ചു. ജീവിതാന്ത്യം വരെ മാതൃകയായിട്ട് ജീവിച്ചു. സഹജീവികളെ ഉണർത്തി ഉദ്ബുദ്ധരാക്കി. മനുഷ്യവർഗ ഉദ്ധാരകനും തത്വജ്ഞാനിയുമായി. ഗുരു രചിച്ച ശിവശതകത്തിൻ്റെ കാവ്യബിംബങ്ങളുടെ ചാരുതയെയും അതിന് ഭക്തിയും അദ്വൈത ദർശനവും ചേർന്ന് കൈവരുത്തിയിരിക്കുന്ന മൂല്യത്തെയും ചേർത്ത് വച്ച് ഭജിക്കുക, ദർശിക്കുക, മനനം ചെയ്യുക. മഹാത്ഭുതം അന്യാദൃശം. ഭാരതവർഷത്തിലെ ഏതൊരു മഹാകവിയുടെ കാവ്യഭാവനയെയും അതിശയിക്കുന്നതാണ് അവയെന്ന് സഹൃദയർക്ക് ബോധ്യമാകും. ശിവശതകത്തോട് കിടപിടിക്കുന്ന മറ്റൊരു കൃതിയെ കാണാൻ കഴിയുന്നുള്ളൂ ഭാരതീയ സാഹിത്യത്തിൽ. അത് ശ്രീ ശങ്കരാചാര്യ വിരചിതമായ സൗന്ദര്യലഹരി ഒന്ന് മാത്രമാണ്. അതിൽ ദേവിയെ കേന്ദ്രബിന്ദുവാക്കുന്നു. മറ്റ് കാവ്യബിംബങ്ങൾ ശിവശതകത്തിൽ ശിവപരമാത്മാവാണ് കേന്ദ്രബിന്ദു. കാളിദാസൻ, ഭാസൻ, ഭവഭൂതി തുടങ്ങിയ വിശ്വോത്തര മഹാകവികളുടെ കാവ്യങ്ങൾക്ക് ചാരുതയും സൗന്ദര്യവും നൽകുന്നത് മുഖ്യമായും അർത്ഥാലങ്കാരമാണ്. ഗുരുവും അത് ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ ഗുരുവിൻ്റെ ഭക്തികാവ്യങ്ങളിൽ മുഖ്യസ്ഥാനം ഉള്ളത് ആ അലങ്കാരം അതിശോക്തി എന്നതാണ്. അതിശോക്തി എന്ന അലങ്കാരമാണ് ഗുരുവിൻ്റെ കൃതികളിൽ മുഖ്യമായിട്ട് കാണാൻ കഴിയുന്നത്. രചനയുടെ രീതിയിൽ പിൽക്കാല ദാർശനിക കൃതിയായ ആത്മോപദേശ ശതകത്തിനോട് സാദൃശ്യമുള്ളതാണ് ശിവശതകവും. വൃത്തം, മൃഗേന്ന മുഖം. മലയാളത്തിൽ വളരെയൊന്നും കവികൾ കൈവച്ചിട്ടില്ലാത്ത വൃത്തമാണത്. ആത്മോപദേശ ശതകം ആദ്യന്തം ഈ ഛന്ദസ്സിലാണ് രചിച്ചിരിക്കുന്നത്. മൃഗേന്ദ്ര മുഖം എന്ന ഛന്ദസ് വൃത്തം. ശിവശതകം 43-ാം ശ്ലോകം വരെ മൃഗേന്ദ്രമുഖമാണ് വൃത്തം. അതിനുശേഷം രചയിതാവിൻ്റെ ഭാവങ്ങൾക്കൊത്ത് വൃത്തങ്ങളും നൃത്തം ചവിട്ടുന്നത് കാണാൻ കഴിയുന്നു. താളക്രമം തെറ്റാതെ തന്നെ വൃത്തങ്ങൾ മാറി മാറി വരുന്നു. ഒരു അപൂർവ ദൃശ്യം രചനയുടെ ശേഷിച്ച ഭാഗങ്ങളിൽ ഇനിമ, തനിമ നൽകുന്നു. ന ജ ജ
ര ഗ എന്ന തരത്തിൽ ഗണം തിരിക്കാവുന്ന ഒരു വൃത്തത്തിലേക്ക് ഭക്തിഭാവം ഒഴുകിപ്പോകുന്നു. ഇങ്ങനെ ഒരു വൃത്തമഞ്ജരി എന്ന ഛന്ദശാസ്ത്രത്തിൽ കാണാൻ കഴിയുന്നില്ല. ഇതൊരു പുതിയ വൃത്തമാണ്. ആത്മഭാവങ്ങളെ ശിവശതകത്തിന് ഗുരു അവലംബമായി സ്വീകരിച്ചിരിക്കുന്നത് തമിഴ് സിദ്ധന്മാരുടെ ഭക്തിയും ശൈവ സിദ്ധാന്തവുമാണ്. ഇത് അദ്വൈത ദർശനം തന്നെയെന്നും കരുതാം. ഗുരുവിൻ്റെ ജീവിതാന്ത്യകാലം ഉപനിഷത്തുകൾ ശിഷ്യരായ അന്തേവാസികൾ ചൊല്ലിക്കേൽപ്പിച്ചു. ഒരിക്കൽ ഗുരു ഇങ്ങനെ മൊഴിയുകയുണ്ടായി: നാം ഇതൊക്കെ നേരത്തെ അനുഭവിച്ചറിഞ്ഞു, ഇപ്പോൾ വായിച്ചു മനസ്സിലാക്കുന്നു. ശാസ്ത്രങ്ങൾ പ്രമാണമായിരിക്കുന്നത് എങ്ങനെ എന്നതിനെപ്പറ്റി ഗുരു പറയുകയുണ്ടായി. അറിവുള്ളവർക്ക് ശാസ്ത്രം പ്രമാണമല്ല, ശാസ്ത്രത്തിന് അറിവുള്ളവർ പ്രമാണമാണ് എന്ന്. അതായത് സത്യം, പരമമായ സത്യം അറിഞ്ഞവർ പറയുന്ന വാക്കുകളാണ് ശാസ്ത്രം. അതാണ് പ്രമാണം. ജ്ഞാനികൾ സത്യം കണ്ടെത്തുന്നത് ഗവേഷണം കൊണ്ടല്ല. ശിവശതകം അതിനുദാഹരണമാണ്. ഗുരു തൻ്റെ അനുഭൂതിയെ വാങ്മയമായി വെളിപ്പെടുത്തി. അതിന് കാവ്യഭംഗിയും കെട്ടുറപ്പും സ്വതസിദ്ധമായി ഉണ്ടാകുന്നു. ശാസ്ത്രങ്ങളുടെ ആശയങ്ങളും ഭാവനകളും ഗുരുവിൻ്റെ ദർശനാവിഷ്കരണത്തിന് സഹായികളായി വരുന്നു. ഗുരുവിൻ്റെ നിറഞ്ഞ യൗവനാവസ്ഥയിൽ വിരചിക്കപ്പെട്ടതാണ് ശിവശതകം. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ആണ് അത് വിരചിക്കപ്പെട്ടത്. തൻ്റെ സാധനാകാലം, നിറഞ്ഞ യൗവനം, തൻ്റെ അത്യപൂർവമായ അനുഭവങ്ങളുടെയും അനുഭൂതികളുടെയും മിന്നലാട്ടം ശിവശതകത്തിൽ ഇടയ്ക്കിടയ്ക്ക് കാണാൻ കഴിയുന്നു. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് എല്ലാവരെയും ചിന്താക്കുഴപ്പത്തിനാഴ്ത്തുന്ന 24-ാം ശ്ലോകം. ഭവാന്മാർ ഒന്ന് ശ്രവിച്ചാലും മലയതിലുണ്ട് മരുന്ന് 3 പാമ്പും പുലിയും അതിനിരുപാടുമുണ്ടു കാവൽ പുലയനെടുത്തു ഭുജിച്ചു പാതിയെന്നും വിലസതി നീയുമെടുത്തുകൊള്ളുക നെഞ്ചേ. ഒന്നുകൂടെ ഉച്ചരിക്കാം. മലയതിലുണ്ട് മരുന്ന് 3 പാമ്പും പുലിയും അതിനിരുപാടുമുണ്ട് കാവൽ പുലേനെടുത്തു ഭുജിച്ചു പാതിയെന്നും വിലസതി നീയുമെടുത്തുകൊള്ളുക നെഞ്ചേ. ഗുരുവിൻ്റെ സ്തോത്രകൃതികൾ സഗുണോപാസനയുടെ ഭാഗമാണ്. ദാർശനിക കൃതികൾ നിർഗുണോപാസനയും പഠിപ്പിക്കുന്നു.
അവ അദ്വൈത വേദാന്തമാണ്. ശ്രീ ശങ്കരാചാര്യരുടെ പാത തുടർന്നു ഗുരുവും ദർശനമാലയും ആത്മോപദേശ ശതകവും വേദാന്ത സൂത്രവും മറ്റും അദ്വൈത ദർശനമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വിശിഷ്ടാദ്വൈതവും ദ്വൈതവും സഗുണോപാസനയ്ക്ക് മുഖ്യത ഉള്ളവയാണ്. ഋഷിമാർ ഈ സമ്പ്രദായങ്ങൾക്ക് അതീതരാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരു ഒന്നിൻ്റെയും വ്യാഖ്യാതാവല്ല, സ്വയം ഒരു ഋഷിയാണ്, ശാസ്ത്രകാരനാണ്. വേദവ്യാസനോടൊപ്പം ഇരുത്താവുന്ന മഹർഷിവര്യനുമാണ്. അവിടെ സത്യദർശനത്തിനും അത് ഉള്ളിലുളവാക്കുന്ന അനുഭൂതിക്കും മാത്രമാണ് സ്ഥാനം കൊടുക്കുന്നത്. ശിവശതകം ആരംഭിക്കുന്നത് ഗണപതി, സരസ്വതി, സുബ്രഹ്മണ്യൻ, ദക്ഷിണാമൂർത്തി എന്നീ ദേവതകളെ സ്തുതിച്ചുകൊണ്ടാണ്. അത് മംഗളാചരണമാണ്. ദക്ഷിണാമൂർത്തി എന്ന ശിവൻ കരളിലിരുന്ന് കളിച്ചിടുന്ന കോലമാണ്, രൂപമാണ്. ആത്മഭാവങ്ങളെ ശ്ലോകം 6 ഒന്ന് ശ്രവിച്ചാലും ഹരിഭഗവാൻ അരവിന്ദസൂനവും നിൻ തിരുവിളയാടലറിഞ്ഞതില്ലയൊന്നും ഹരഹര പിന്നെ ഇതാരറിഞ്ഞിടുന്നു കരളിലിരുന്ന് കളിച്ചിടുന്ന കോലം. യഥാർത്ഥ ശിവൻ പ്രകാശസ്വരൂപനാണ്, ജ്യോതിസ്വരൂപനാണ്. ആ ശിവൻ്റെ മറിമായങ്ങൾ കാവ്യാവസാനം വരെ വർണ്ണിച്ചിരിക്കുന്നു ശിവശതകത്തിൽ. ആ മറിമായം കവിജന കൽപ്പിത കാവ്യമെന്ന പോലെയാണ്. അദ്വിതീയനായ ഒരു കവിയുടെ കാവ്യകൽപ്പന നിറഞ്ഞതാണ് ശിവശതകം. മധുരിമ തികട്ടി വരുന്ന കാവ്യഭാവനയാണ് ഇതിലുടനീളം കാണാൻ കഴിയുന്നത്. സുകൃതികളായ ആത്മഭാവങ്ങളെ ശിവശതകം വ്യാഖ്യാനിക്കാൻ നോക്കേണ്ട എന്ന് ഒരു ദിവസം ഭഗവാൻ ശ്രീനാരായണ ഗുരു തൻ്റെ ദാർശനിക ശിഷ്യനായ നടരാജനോട് ഇപ്രകാരം പറയുകയുണ്ടായി. ഇതിലെ അമൃതരസം ആസ്വദിക്കുക. ശിവശതകത്തിന് വ്യാഖ്യാനമൊന്നും എഴുതാൻ നോക്കണ്ട. വ്യാഖ്യാനിക്കാൻ കഴിവ് നടരാജ ഗുരുവിന് പോലും ഉണ്ടായിരുന്നില്ല എന്ന ധ്വനി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നമുക്കെല്ലാവർക്കും ശിവശതകത്തിലെ കാവ്യാത്മകമായ രസം നുണയുക മാത്രമാണ് സാധ്യമായിട്ടുള്ളത്. സമ്പൂർണ്ണ ശൈവദർശനം, തിരുമന്ത്രം, സുന്ദരൻ എന്ന വിശ്രുതനായ ശിവദാർശനിക
കവിയുടെ തിരുമന്ത്രത്തിൻ്റെ രസം മുഴുവൻ 100 ശ്ലോകങ്ങളിൽ ശിവശതകത്തിൽ ഗുരു സംക്ഷേപിച്ചിരിക്കുന്നു, സമാഹരിച്ചിരിക്കുന്നു. നിസർഗസിദ്ധമായ പ്രജ്ഞ ശിവശതകത്തിലുടനീളം നമുക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ട്. ആത്മഭാവങ്ങളെ, ദിവ്യസ്വരൂപരെ, ഇന്നത്തെ സത്സംഗം ഇവിടെ നമുക്ക് ചുരുക്കാം. സ്വസ്തി, ശുഭം ഭൂയാത്.